എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരു ആയിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ് അമ്മ മാതാവിൻ്റെ രൂപം പണിയാന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അനാഥാലയത്തിന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ദിവസവും വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് ലൈവിലൂടെ നടത്തുന്നുണ്ട്. അനേകം അത്ഭുതങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ സമ്പന്നരാക്കുകയും അതുപോലെ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ രോഗമെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യം നൽകുകയും അതുപോലെ തന്നെ എത്ര വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ ബുദ്ധിമുട്ടിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. കടബാധ്യതയൊക്കെ അമ്മ മാതാവ് എടുത്തു നീക്കുന്നുണ്ട്. ലൈവിലൂടെ അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് നടത്തുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയിൽ അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേരുക. നിങ്ങൾ ഈ പ്രാർത്ഥനയിലും പങ്കുചേരണം. അമ്മ മാതാവ് വെളിപ്പെടുത്തി പ്രോമിസ് നൽകിയ കാര്യമാണ്. ഈ പ്രാർത്ഥനയിലും ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ ലൈവിൽ പങ്കുചേരുകയും ചെയ്യുന്ന മക്കൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാണെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അതീഭക്തിയോടുകൂടെ മുഴുവനായിട്ട് പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും അതുപോലെ തന്നെ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യാം. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ ഈ പ്രത്യേക പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തി ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുവാനുള്ള പ്രത്യേക പ്രാർത്ഥന. അമ്മ മാതാവ് ഈ മക്കളെ ഞാൻ പൂർണ്ണമായിട്ട് അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ എപ്പോഴും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്ലേശങ്ങൾ എല്ലാം തന്നെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളെ അമ്മ മാതാവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും ഓരോന്നായി ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഈ മക്കളെ ഞാൻ പൂർണ്ണമായിട്ടും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് കാത്തുകൊള്ളണമേ. ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അമ്മ മാതാവ് ഈ മക്കളെ വിടുവിക്കണമേ. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ മക്കളെ അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തുകൊണ്ട് ഇവരെ സുരക്ഷിതമായിട്ട് അമ്മ മാതാവിൻ്റെ ഇരുകരങ്ങളാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരെ അമ്മ മാതാവ് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് കൈവിടില്ല എന്ന് അമ്മ മാതാവ് ഉറപ്പ് നൽകി പ്രോമിസ് ചെയ്തതാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. ഈ മക്കളെ അമ്മ മാതാവ് ഒരിക്കലും കൈവിടില്ല എന്ന്. അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഈ മക്കളെ അമ്മ മാതാവ് എക്കാലവും അമ്മയുടെ കൂടെ പൂർണ്ണമായിട്ടും ചേർന്ന് നിൽക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ ഓരോ പ്രശ്നങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മ മാതാവ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് അവരെ സമ്പന്നതയിലേക്ക് ഉയർത്തുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. മറ്റുള്ളവരാൽ ഇവരെ ഒറ്റപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ ഈ മക്കളെ അമ്മ മാതാവ് കൈവിടരുത്. അമ്മ മാതാവ് മറ്റുള്ളവരുടെ മുന്നിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിവർന്നു നിൽക്കുവാനായിട്ടുള്ള മക്കളെ ആക്കി മാറ്റണമേ. അമ്മ മാതാവേ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ ഇവരുടെ സാമ്പത്തിക സ്ഥിതികളിലെല്ലാം അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് ഇവരെ അമ്മ മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അമ്മ മാതാവ് വിടുവിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ ഈ മക്കൾക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഈ മക്കളെ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഓരോ മക്കളോടും പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയോട് നമ്മൾ നന്ദി പറയണം. കാരണം നിങ്ങളെ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ടും അമ്മ മാതാവിൻ്റെ ഈ സ്വന്തം മകനും മകളുമായി തീരുവാനായിട്ടും അമ്മ മാതാവ് നിങ്ങളിലേക്ക് ഈ പ്രാർത്ഥന എത്തിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവേ അമ്മയോടുകൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ മക്കളെ ഒരുക്കണമേ. അമ്മ മാതാവേ സാമ്പത്തിക ബുദ്ധിമുട്ടിലെല്ലാം എടുത്തു നീക്കിക്കൊണ്ടും ജോലി ഭാരമെല്ലാം എടുത്തു നീക്കിക്കൊണ്ടും അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവേ ജോലി സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ അവരുടെ ജോലി സ്ഥലങ്ങളിലും സന്തോഷവും സമാധാനവും കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അമ്മ മാതാവേ
ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കമ്പനി മാറുവാനോ കൂടുതൽ സാലറി ലഭിക്കുവാനോ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. ഇവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുമെന്നുള്ളത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അമ്മ മാതാവ് വെളിപ്പെടുത്തി ഈ മക്കളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ രോഗ സാഹചര്യങ്ങളൊക്കെ എടുത്ത് നീക്കിക്കൊണ്ട് അമ്മയുടെ പൂർണ്ണമായിട്ടുള്ള ഇടപെടലോടെ ഇവരുടെ ജീവിതം അമ്മയിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് ഇടയാക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലും ഈ മക്കളുടെ കൂടെ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അമ്മ അതുപോലെ അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ അമ്മ മാതാവ് നടത്തുന്നുണ്ട്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. അമ്മേ മാതാവ്, വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, വിവാഹം നടക്കാത്ത മക്കൾക്ക് വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ ഭവനത്തെ അമ്മ മാതാവിൻ്റെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഇവരുടെ ഭവനത്തെ അമ്മ മാതാവ് വിശദീകരിക്കണമേ. ഇവരുടെ ഭവനത്തിലുള്ള എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, ഈ മക്കളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കണമേ. സന്തോഷവും സമാധാനവും ഇവരുടെ ഭവനത്തിലുണ്ടാകണമേ. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ഇല്ലെങ്കിൽ സന്തോഷമില്ലായ്മയിലൂടെ കടന്നു പോകുന്നവർ, സമാധാനമില്ലായ്മയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, സ്വത്ത് തർക്കങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഭവനത്തിൽ ഉണ്ടാവാതിരിക്കുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഒരു രീതിയിലുള്ള പൈശാചിക ഇടപെടലും ഈ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് സമ്പന്നതയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നതും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതുമായിട്ടുമുള്ള മക്കളാക്കി മാറ്റുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവ് അതിന് ഉത്തരം നൽകണമേ. അതിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കും. അമ്മേ മാതാവ്, ഈ മക്കളിപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ അമ്മയുടെ ഉത്തരമുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടായിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാ മക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു.